ഹായ് ഓൾ, ഇന്നത്തെ വീഡിയോ ഒരു മാങ്ങ ഇട്ട തേങ്ങ അരച്ച ഒരു മത്തിക്കറിയാണ്. മത്തി അച്ഛൻ രാത്രി ജോലി കഴിഞ്ഞ് വന്നപ്പോൾ മേടിച്ചുകൊണ്ട് വന്നതാണ്. ഞാൻ ജോലി കഴിഞ്ഞ് വരാൻ താമസിച്ചതുകൊണ്ട് അച്ഛൻ അതെടുത്ത് ഫ്രിഡ്ജിൽ വെച്ചിരുന്നു. അപ്പോൾ ഫ്രിഡ്ജിൽ നിന്ന് ഞാനെടുത്ത് വെളിയിൽ വെച്ച് അതിൻ്റെ തണുപ്പ് മാറുന്നതിന് മുമ്പെയാണ് ഞാൻ ഈ വെട്ടുന്നത്. അതുകൊണ്ട് ആ വെട്ടിയപ്പോഴത്തേന് ഇച്ചിരി തൊലിയൊക്കെ പോയി. ആ നല്ലതായിട്ട് തണുപ്പ് മാറിയതിന് ശേഷമേ നമ്മൾ മീൻ ക്ലീൻ ചെയ്യാൻ പാടുള്ളൂ, അല്ലെങ്കിൽ അതിൻ്റെ തൊലിയും കൂടെ ഇളകി വരും ചെതമ്പലിൻ്റെ കൂടെ. അങ്ങനെ എനിക്ക് കത്രിക വെച്ച് മീൻ കട്ട് ചെയ്യാൻ പഠിപ്പിച്ചത് ഇവിടുത്തെ അമ്മയാണ്, ഹസ്ബൻഡിൻ്റെ അമ്മ. അപ്പം ഞങ്ങൾ വീട്ടിൽ സാധാരണ പിച്ചാത്തി വെച്ച് തന്നെയായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്, കത്തി വെച്ച് തന്നെയാണ് മീൻ കട്ട് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പം അമ്മ ഇങ്ങനെ കത്രിക വെച്ച് വെട്ടുന്ന കണ്ടപ്പോൾ എനിക്കും തോന്നി നല്ല. അതിനുശേഷം ഇപ്പം ഞാനും കത്രിക വെച്ച് തന്നെയാണ് മീൻ കട്ട് ചെയ്യാറ്. എളുപ്പമാണ്. എല്ലാവരും മീൻ കട്ട് ചെയ്യുമ്പോൾ ഇങ്ങനെ ചാള, അയില അങ്ങനത്തെ മീനൊക്കെ കട്ട് ചെയ്യാൻ ഈ കത്രിക യൂസ് ചെയ്യുന്നത് നല്ലതാണ്, എളുപ്പ പരിപാടിയാണ്. അപ്പം മീൻ ബാക്കി ഈ തലയൊക്കെ ഉണ്ടായിരുന്ന വേസ്റ്റൊക്കെ ഞാൻ പൂച്ചയ്ക്ക് ഇട്ട് കൊടുത്ത്. നിങ്ങളുടെ ഇവിടെ ഞങ്ങൾ വളർത്തുന്നതൊന്നുമില്ല, 2-3 പൂച്ചകൾ അപ്പുറത്തുനിന്ന് വരും. അപ്പോൾ അതിനിട്ട് കൊടുത്ത് എന്നിട്ട് ഞാൻ മീനെല്ലാം ക്ലീൻ ചെയ്ത് ഉപ്പിട്ട് നന്നായിട്ട് കഴുകി 2-3 വെള്ളത്തിൽ കഴുകി ക്ലീനാക്കി എടുത്ത് വെച്ച്, അതാവുമ്പോൾ നമുക്ക് പിറ്റേന്ന് രാവിലെ പിന്നെ വലുതായിട്ട് കഴുകാൻ നിൽക്കേണ്ട, നേരിട്ടങ്ങ് ഉണ്ടാക്കാമല്ലോ. അതുകൊണ്ട് ഞാൻ വിചാരിച്ച് നന്നായിട്ടങ്ങ് കഴുകി ക്ലീൻ ചെയ്ത് വയ്ക്കാമെന്ന്. കഴുകി ക്ലീൻ ചെയ്ത് ഒരു പാത്രത്തിൽ ഇച്ചിരി വെള്ളം ഒഴിച്ച് അടച്ച് വെച്ചാൽ മീൻ ഫ്രഷായിട്ട് തന്നെ ഇരിക്കും കേട്ടോ. അത് ഇങ്ങനെ ചീത്തയായി പോകത്തില്ല. രാവിലെ എഴുന്നേറ്റ് പച്ചമാങ്ങ ഞങ്ങൾക്ക് അപ്പുറത്തെ വീട്ടിൽ നിന്ന് കിട്ടിയതാണ്. ഞങ്ങളുടെ വീട്ടിൽ മാവൊന്നുമില്ല, ഞങ്ങൾക്ക് സ്ഥലം കുറവായതുകൊണ്ട് മാവൊന്നും നടാൻ സ്ഥലമില്ല. അതുകൊണ്ട് ഞങ്ങൾക്ക് അപ്പുറത്ത് 2-3 വീട്ടുകളിൽ മാവും മാങ്ങയെല്ലാം ഉണ്ട്. അതുകൊണ്ട് ഇവിടുന്ന് എല്ലാം കിട്ടും. അതുകൊണ്ട് മാങ്ങയ്ക്കൊന്നും വലിയ ക്ഷാമമൊന്നുമില്ല. സീസണായാൽ എല്ലായിടത്തുനിന്നും മാങ്ങ കിട്ടും. അതുകൊണ്ട് പച്ചമാങ്ങ ആരോ കൊണ്ട് തന്നതാണ്, എവിടെ നിന്ന് കിട്ടിയതാണെന്ന് എനിക്ക് ഓർമ്മയില്ല. നെയ്ബർ തന്നെ തന്നതാവാനാണ് സാധ്യത. അങ്ങനെ ആ മാങ്ങ ഞാനാണെങ്കിൽ പൊടിയായിട്ട് അരിഞ്ഞ് നീളത്തിന് ഇങ്ങനെ അരിഞ്ഞ് വെച്ച്, അത് കഴിഞ്ഞ് ഒരു 2 പച്ചമുളക് എടുത്ത് അതും നീളത്തിന് കീറിയിട്ട്, പിന്നെ ഞങ്ങൾക്ക് കരിവേപ്പുണ്ട്. അപ്പോൾ കരിവേപ്പിൽ നിന്ന് ഫ്രഷായിട്ട് കരിവേപ്പില ഒടിച്ച് കഴുകി ക്ലീൻ ചെയ്ത് അതിൻ്റെ തണ്ടും ഇളക്കി അതിനകത്തിട്ട്, പിന്നെ തേങ്ങ തിരികി അതിനകത്ത് ആവശ്യത്തിനുള്ള അരപ്പുകൾ ചേർക്കാമെന്ന് വെച്ച്. പിന്നെ തേങ്ങ തിരികൊണ്ട് ഞങ്ങൾക്ക് തേങ്ങ തിരുമുന്നത് പ്രത്യേക മെക്കാനിസമാണ്. ചിരവ നമ്മൾ പുറകിൽ സപ്പോർട്ട് ചെയ്ത് കൊടുക്കണം, അല്ലെങ്കിൽ ആ ചിരവ താഴെ വീഴും. ആ രീതിയിലുള്ള ഒരു ടൈപ്പ് ചിരവയാണ്. ഞങ്ങൾക്കിങ്ങനെ ചിരവ ഇവിടെ ടൈലിൽ ഫിറ്റ് ചെയ്യാനുള്ളൊരു സൗകര്യമില്ല. ഇങ്ങനെ വീതി കൂടുതലായതുകൊണ്ട് അവിടെ ഫിറ്റ് ചെയ്യാൻ പറ്റത്തില്ല. അതുകൊണ്ട് നമ്മളിങ്ങനെ ബാക്കിൽ നിന്ന് സപ്പോർട്ട് ചെയ്ത് കൊടുത്ത് തിരുമ്മിയാണ് ഈ ചിരവയിൽ തേങ്ങ തിരുമുന്നത്. പിന്നെ അതിനാവശ്യമായ ഉള്ളി പൊളിക്കുകയാണ്. ഉള്ളി ഒരു 3-4 കഷ്ണം മതി. 3-4 എണ്ണം എടുത്ത് പൊളിച്ച് ഇച്ചിരി കഷ്ണങ്ങളാക്കി അരിഞ്ഞ് വയ്ക്കാം. മിക്സിയിലിട്ട് അരയ്ക്കുന്നതുകൊണ്ട് മുഴുവനെ ഇട്ടാൽ ചിലപ്പോൾ അരയത്തില്ലെങ്കിലോ എന്ന് വിചാരിച്ചിട്ട് ഞാനൊരു 2-3-4 കഷ്ണങ്ങളാക്കി അരിഞ്ഞാണ് ഇതിനകത്തിടുന്നത്. പിന്നെ അതിനാവശ്യമായ പൊടികൾ ഇട്ട് കൊടുക്കണം. മഞ്ഞൾപ്പൊടി, ഉലുവാപ്പൊടി, മല്ലിപ്പൊടി, മുളക് പൊടി, ഇത്രയും പൊടികളാണ് നമ്മൾ ഇടുന്നത്. മുളക് പൊടി ഒരു 1.5 സ്പൂൺ, മല്ലിപ്പൊടി ഒരു 1 സ്പൂൺ ഒക്കെയാണ് ഇട്ടത്. മഞ്ഞൾപ്പൊടി ഒരു ശകലം, ഉലുവാപ്പൊടി ശകലം. പിന്നെ ഇത്രയും കൂടി അരയ്ക്കാനായിട്ട് ജാറിലിട്ട് ശകലം വെള്ളം ഒഴിച്ച് നല്ല രീതിയിൽ അരച്ചെടുക്കണം. ഇച്ചിരി നല്ല പേസ്റ്റ് പോലെ അരച്ചെടുത്ത് ആ അരപ്പ് നമുക്ക് ചട്ടിയിലോട്ട് തട്ടി കൊടുക്കാം. പിന്നെ അതിനാവശ്യമായ വെള്ളവും ഒഴിച്ചു കൊടുക്കണം. നല്ല ഒരു ലൂസായിട്ട് ഇരിക്കുന്ന രീതിയിൽ വെള്ളം ഒഴിച്ചു കൊടുക്കണം. വെള്ളം ഒഴിച്ചു കൊടുത്ത് കുറച്ച് പച്ചവെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കണം. പച്ചവെളിച്ചെണ്ണ ഒഴിച്ച് ആവശ്യത്തിന് ഉപ്പ് ഇട്ടതിന് ശേഷം അടച്ച് വയ്ക്കാം. അടച്ച് വെച്ച് അത് നന്നായിട്ടൊന്ന് തിളയ്ക്കുമ്പോൾ ഒരു മീഡിയം തീ ആക്കി വയ്ക്കണം. ഒന്ന് ഇളക്കി കൊടുത്ത് ഉപ്പൊക്കെ ആവശ്യത്തിനുണ്ടോ എന്നൊക്കെ നോക്കിയിട്ട് വീണ്ടും വേണമെങ്കിൽ ഉപ്പ് ചേർത്തതിന് ശേഷം അടച്ച് വയ്ക്കണം. അടച്ച് വെച്ച് ഒരു മീഡിയം തീ ആക്കി ഒരു 15 മിനിറ്റോളം വേവിക്കാം.
വെന്തതിന് ശേഷം നമ്മുടെ മീൻകറി റെഡിയാവും. നല്ല എണ്ണ തെളിഞ്ഞ് നല്ല സെറ്റായിട്ടുണ്ട്. അപ്പം നമുക്ക് മീൻകറി എടുത്ത് കഴിക്കാം. താങ്ക് യു ഫോർ